ന്യൂ ഇയർ ഒക്കെ ആകാറായി. ഈ വർഷം സെറ്റ് ചെയ്ത ഗോൾസ് അച്ചീവ് ചെയ്തോ ഇല്ലയോ? ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അടുത്ത വർഷം ആകുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് പലതരം ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് നല്ല ആവേശമായിരിക്കും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാറുള്ള പലതരം ഗോൾസിൽ ഒരാളാണ് റീഡിംഗ് ഗോൾസ്. ഇത് ഓൾറെഡി ബുക്ക് നന്നായി വായിക്കുന്നവരും ലൈറ്റ് ആയിട്ട് വായിക്കുന്നവരും ബുക്ക് വായന പുതിയതായി തുടങ്ങുന്നവരും എല്ലാം സെറ്റ് ചെയ്യാറുള്ളതാണ്. ശരിക്കും ഇങ്ങനെ റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് വായനയ്ക്ക് ഹെൽപ്ഫുൾ ആകാറുണ്ടോ? ഡു യു റിയലി നീഡ് ടു സെറ്റ് എ റീഡിംഗ് ഗോൾ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിലെ അപ്സൈഡ്സ് ആൻഡ് ഡൗൺ സൈഡ്സ് ആണ്. സോ അടുത്ത വർഷത്തെ റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും പ്ലാൻസും എല്ലാം വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. വീഡിയോയുടെ എൻഡിൽ ഞാൻ റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ എങ്കിൽ എന്താണ് അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്നൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ഫസ്റ്റ് നമുക്ക് റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിലെ അപ്സൈഡ്സ് എന്തൊക്കെയാണെന്ന് കാണാം. നമ്പർ 1, മോട്ടിവേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തരും. ഗോൾ സെറ്റ് ചെയ്ത് ഓരോ ബുക്സ് വായിച്ചു തീർക്കുമ്പോഴും ഗോൾ ട്രാക്കറിൽ ടിക്ക് ചെയ്ത് പോകുന്നത് കാണുന്നത് നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യർക്ക് എപ്പോഴും അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റി എന്തൊക്കെ വിഷ്വലി കാണുന്നത് നല്ല ഹാപ്പിനെസ് തരുന്നതിനോടൊപ്പം വീണ്ടും നന്നായി പെർഫോം ചെയ്യാനായിട്ട് അതൊരു ബൂസ്റ്റ് പോലെയാണ്. അതിനോടൊപ്പം ഈ വർഷം ബുക്സ് നിറയെ വായിക്കണം എന്ന് വേഗമായിട്ട് പറയുന്നതിന് പകരം ഞാൻ ഈ വർഷം 10 ബുക്സ് വായിക്കും 50 ബുക്സ് വായിക്കും എന്നൊക്കെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആകാനായിട്ട് പറ്റും. നമ്പർ 2, ബിൽഡ്സ് എ റീഡിംഗ് ഹാബിറ്റ്. റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് മെയിൻ ആയിട്ട് പറയുന്ന ഒരു ടിപ്പാണ് സെറ്റ് എ റീഡിംഗ് ഗോൾ എന്ന്. വായന തുടങ്ങുന്നവർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും എല്ലാം അതൊരു ശീലമാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാസത്തിൽ ഒരു ബുക്ക് ഓർ ആഴ്ചയിൽ ഒരു ബുക്ക് ഓർ ഡെയിലി 10 പേജസ് വായിക്കും എന്നൊക്കെ സെറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുമ്പോഴേക്കും ഓവർ ദ ടൈം നിങ്ങൾ അറിയാതെ തന്നെ വായന ഒരു ശീലമായിട്ടുണ്ടാകും. നമ്പർ 3, എക്സ്പാൻഡ് യുവർ നോളേജ്. റീഡിംഗ് ഗോൾ പല രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി വായിക്കാറുള്ള ബുക്കുകൾക്ക് പുറമെ പല ജേർണൽസ് ട്രൈ ചെയ്യാനായിട്ട് ഒരു എൻകറേജ്മെന്റ് തരും. ഇൻ കേസ് നിങ്ങൾ റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ജേർണലിലെ ബുക്സ് വായിക്കും എന്നൊക്കെ സെറ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും വായിക്കാൻ ചാൻസ് ഇല്ലാത്ത ടൈപ്പ് ബുക്സ് പോലും ഒന്നെടുത്ത് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അതുവഴി പുതിയ അറിവ് നേടാനും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റാനും എല്ലാം നമ്മളെ സഹായിക്കും. റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും റിയാലിറ്റിയോട് കടക്കുമ്പോൾ കുറച്ച് ഡൗൺ സൈഡ്സ് കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. നമ്പർ 1, പ്രഷർ ആൻഡ് ബേൺ ഔട്ട്. റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു മേജർ ഡൗൺ സൈഡ് ആണ് പ്രഷർ. സെറ്റ് ചെയ്ത ആ ഒരു നമ്പറിന് പുറകെ ഓടാൻ തുടങ്ങുമ്പോൾ റീഡിംഗ് എന്നത് ഒരു ടാസ്ക് ആയി മാറാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ ലൈഫ് ബിസി ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കാണുമ്പോൾ ബേൺ ഔട്ട് ആകുന്നു. റീഡിംഗ് അല്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചാലും അറ്റ് ദി എൻഡ് സെറ്റ് ചെയ്ത ഗോൾസ് ഒന്നും പ്രോഗ്രസ് ആയില്ലല്ലോ എന്ന് വെച്ച് നോക്കുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആകുന്നു. നമ്പർ 2, ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി. നമ്മുടെ ഉദ്ദേശം സെറ്റ് ചെയ്ത ആ ടാർഗറ്റ് നമ്പർ അച്ചീവ് ചെയ്യണം എന്നാകുമ്പോൾ വേഗം തന്നെ ടിക്ക് ഇടാനായിട്ട് ഷാലോ റീഡ് ചെയ്യാനും ചെറിയ ചെറിയ ബുക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് വായിക്കാനും ഒക്കെ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വായിച്ചത് എന്താണെന്ന് അബ്സോർബ് ചെയ്യാനായിട്ടും പറ്റിക്കാണില്ല. സോ ബുക്ക് വായനയിലൂടെ കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് ആണ് ഇവിടെ മിസ് ആവുന്നത്. 5 ബുക്സ് റഷ് ചെയ്ത് കണ്ടന്റ് അബ്സോർബ് ചെയ്യാതെ വായിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ബുക്ക് ആണെങ്കിലും അത് വായിച്ച് കണ്ടന്റ് ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്ത് വായിച്ച കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്ത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്പർ 3, ലൂസിംഗ് ദ ജോയ് ഓഫ് റീഡിംഗ്. റീഡിംഗ് ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് ടൂ മച്ച് വറീഡ് ആവുമ്പോൾ ശരിക്കും ഇതിനു മുമ്പ് നിങ്ങൾ വായന എത്ര എൻജോയ് ചെയ്തിരുന്നോ അത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും. പലരും പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ബുക്ക് വായന തുടങ്ങിയിട്ടുണ്ടാവുക. ചിലര് പുതിയ അറിവ് നേടാൻ, ചിലര് സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ, ചിലര് ജസ്റ്റ് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, വായനയിലൂടെ ലഭിക്കുന്ന ആ ഒരു ജോയ് ചിലപ്പോൾ റീഡിംഗ് ഗോളിന്റെ ടാർഗറ്റിന്റെ പിന്നിൽ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് മിസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ റീഡിംഗ് ഗോള് സെറ്റ് ചെയ്യണോ വേണ്ടയോ? ഇതിനുള്ള ഉത്തരം ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു. റീഡിംഗ് ഗോള് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ റീഡിംഗ് ഗോള് സെറ്റ് ചെയ്യാൻ പോകുന്നത്? വായനാശീലം ഡെവലപ്പ് ചെയ്യാനായിട്ടാണോ, ഓർ വായനാശീലം ഇംപ്രൂവ് ചെയ്യാനായിട്ടാണോ, ഓർ ബ്രേക്ക് ആയ വായനാശീലം തിരിച്ചു കൊണ്ടുവരാനായിട്ടാണോ? ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ കിട്ടുമോ? ഇത്ര ബുക്സ് വായിക്കണം എന്ന് കൗണ്ട് സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് ബുക്സ് വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ,
ഓർ മറ്റുള്ളവരുടെ ഗോൾസ് ഒക്കെ കമ്പയർ ചെയ്ത് ഞാനും 50 ബുക്സ് വായിക്കും 100 ബുക്സ് വായിക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ? റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുന്ന പോലെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, യു ഷുഡ് സെറ്റ് എ റീഡിംഗ് ഗോൾ. മറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലത്തെ സ്ട്രെസ്, ലെസ് എൻജോയ്മെന്റ്, ഷാലോ റീഡിംഗ് ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ്. മൈൻഡ്ഫുൾ ആയിട്ട് റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യാതെ തന്നെ വായന എൻജോയ് ചെയ്യാവുന്നതാണ്. അറ്റ് ദി എൻഡ് എൻജോയ് റീഡിംഗ് ബുക്സ്, ഡോണ്ട് മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ ടാസ്ക്. ഓക്കെ, ഫൈനലി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ റീഡിംഗ് ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ടോ, അടുത്ത വർഷം റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ, എന്താണ് അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്നെല്ലാം ഷെയർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് 2 വർഷമായിട്ട് റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഓൾസോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഔട്ട്. സോ നെക്സ്റ്റ് ഇയറും റീഡിംഗ് ഗോൾ എന്തായാലും സെറ്റ് ചെയ്യും. അടുത്ത വർഷം സാധാരണ ഞാൻ സെറ്റ് ചെയ്യാറുള്ള പോലെ ഇത്ര ബുക്സ് ഒക്കെ വായിക്കും എന്ന് സെറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോഴും ഒരു പ്ലാനിംഗ് ഫേസിലാണുള്ളത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ദാറ്റ്, ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. ഞാൻ എങ്ങനെയൊക്കെയാണ് റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, റീഡിംഗ് ഗോൾ ഞാൻ എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കാണാം. ഗോൾ സെറ്റ് ചെയ്യുന്നത് എനിക്കൊരു മോട്ടിവേഷൻ തരാറുണ്ട്. ചില മന്ത്സ് ബിസി ആയിരിക്കും, ആ മാസങ്ങളിൽ വായന കുറച്ച് കുറവായിരിക്കും. എന്നാലും അതൊക്കെ ഓർത്ത് ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആകാറില്ല. അത് വലിയൊരു ടാർഗറ്റ് ആയിട്ട് വിചാരിക്കാതെ തന്നെ മറ്റു മാസങ്ങളിൽ വായിച്ചിട്ട് അതൊക്കെ കാച്ചപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വായന ഇപ്പോൾ എനിക്കൊരു ഹാബിറ്റ് ആയിട്ടുണ്ട്. എന്റെ ഡെയിലി റൂട്ടീനിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ ഇപ്പൊ പോകുന്നുണ്ട്. സോ റീഡിംഗ് ഹാബിറ്റ് എന്നൊരു ഫാക്ടർ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ റീഡിംഗ് ഗോൾ ഇനി സെറ്റ് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി എനിക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയ ജോണേഴ്സ്, പുതിയ ഓതേഴ്സിന്റെ ബുക്കൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. നെക്സ്റ്റ് ഇയർ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി കൺസിഡർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. പിന്നെ ഇൻ കേസ് ഈ സെറ്റ് ചെയ്ത ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവാതെ അത് എന്തുകൊണ്ടാണ് എന്ന് അനലൈസ് ചെയ്യും. അതിപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ബുക്ക് കുറച്ച് സമയമെടുത്ത് വായിച്ചത് കൊണ്ടാണെങ്കിൽ ഐ ആം ഗുഡ്, ഐ വോണ്ട് റിഗ്രറ്റ്. ഓർ ഈ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് പല ബുക്സിലെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ റീഡ് ചെയ്തത് കൊണ്ടാണെങ്കിലും ഐ ആം ഗുഡ്, ഐ വോണ്ട് റിഗ്രറ്റ്. ഓർ ഫാമിലിയിലെ മറ്റേതെങ്കിലും പ്രയോറിറ്റിയിൽ പെട്ടിട്ട് സമയം കിട്ടാതെ പ്രോഗ്രസ് ആയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഐ വോണ്ട് റിഗ്രറ്റ്. ബട്ട് സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ സ്ക്രോൾ ചെയ്തിരുന്നത് കാരണം ബുക്ക് വായിക്കാനായിട്ട് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോബ്ലം ആണ്, ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രോബ്ലം. അങ്ങനെയുള്ളപ്പോൾ റീഡിംഗ് ഗോളിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ കൗണ്ടിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഇസ് കംപ്ലീറ്റ്ലി യൂസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യാറുണ്ടോ? അടുത്ത വർഷത്തെ നിങ്ങളുടെ റീഡിംഗ് ഗോൾസ് എന്തൊക്കെയാണ് എന്നെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.